നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു രസികൻ സ്കിറ്റുമായിട്ട് വേദിയിലേക്ക് എത്തുകയാണ് ടീം കോമഡി കിങ്സ്. അയ്യോ വിശ്രമിക്കാൻ പറഞ്ഞല്ല, ഞാൻ പലരെ വിളിച്ചല്ലേ. നാളെ റിപ്പബ്ലിക് ഡേക്കുള്ള മാർച്ചാണ്. 4 വാക്കും തെറിച്ചു പോണത്. ഇതെന്താ സംഭവം? സല്യൂട്ട്. ഇത് സല്യൂട്ടാണെന്ന് മനസ്സിലായി, ഇത് മനസ്സിലായില്ല. ബഹുമാനം കൊണ്ട് അണ്ണം കയറ്റി തന്നണ്ടല്ലേ സാറേ. എന്താ സാറ് ഈ പൊക്കം കുറഞ്ഞ് എങ്ങോട്ട് പോണത്? ഭൂമി തുറന്നങ്ങ് പോവൂ. കളിയാക്കിയാണ്. ഏതാ ഈ കൊച്ചു പ്രേമനെയും ശ്രീനിവാസനെയൊക്കെ പോലീസ് ആറ്റും SI ആറ്റൊക്കെ ജനം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അംഗീകരിച്ചേ പറ്റൂ. അത്ര. ഹലോ ഹലോ ആ സാറേ, റെയിൽവേ സ്റ്റേഷൻ അല്ലേ? റെയിൽവേ സ്റ്റേഷനല്ലേ ഇത്? പോലീസ് സ്റ്റേഷനാണ്. ചുമ്മാ കള്ളം പറയല്ലേ സാറേ, റെയിൽവേ സ്റ്റേഷൻ. അയ്യോ എന്റെ അമ്മയാണ്, എന്റെ കുഞ്ഞമ്മയാണ് ഇത് പോലീസ് സ്റ്റേഷന്. ചുമ്മാ സാറേ, ഇത് റെയിൽവേ സ്റ്റേഷൻ, എനിക്കറിയാലോ. ഈ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വസിക്കുന്നില്ല. അവൻ പറയുന്നത് റെയിൽവേ സ്റ്റേഷനാണെന്ന്. ഇത് 6ാമത്തെ കോളാണ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു. തന്നെ അങ്ങനെ പിന്നെ ഒരു പണി കൊടുക്കണം. ഹലോ ആ സാറേ, എന്താ കാര്യം? ആ സാറേ, നേത്രാവതി എക്സ്പ്രസ് ഒന്ന് പോയാൽ നോക്കണം. ആ ഒരു സെക്കൻഡേ. ഇപ്പൊ പോയതേ ഉള്ളൂ. അയ്യോ ഇവനൊക്കെ വേറെ കളി മണ്ടന്മാര് തന്നെ. പിന്നെ ബിസി ഈ ഫോൺ വന്നപ്പോൾ വേറൊരു കാര്യം, എനിക്ക് ഇന്നലെ ഈ ഫോൺ ഒരു അബദ്ധം പറ്റി. അതായത് എനിക്കൊരു ചെറിയ സെറ്റപ്പ് ഉണ്ടല്ലോ, അറിയാലോ. ഞാൻ എന്നാളെ ഉച്ചയ്ക്ക് ഈ ഫോണിൽ നിന്ന് അവളെ വിളിച്ചായിരുന്നു. ഉച്ചയ്ക്ക് അങ്ങോട്ട് ഉണ്ണാൻ വരുമെന്ന് പറയാൻ വേണ്ടി. പക്ഷെ നമ്പർ മാറിപ്പോയി. എന്റെ സ്വന്തം വീട്ടിലേക്കാണ് വിളിച്ചത്. എന്റെ ഭാര്യയല്ലേ ഫോൺ എടുത്ത് തലനാരിഴക്കല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. എങ്ങനെ രക്ഷപ്പെട്ടു? ഞാൻ ഫോൺ എടുത്തിട്ട് പറയാണ്, എടി ഞാൻ ഉച്ചയ്ക്ക് അങ്ങോട്ട് ഉണ്ണാൻ വരുന്നത്. പെട്ടെന്ന് അവള് പറയാ, വേണ്ട ഉച്ചയ്ക്ക് ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരി വന്നു. അല്ല, ബെസ്റ്റ് ഫാമിലി ആയിട്ടാ, സൂപ്പർ ഫാമിലി. അയ്യോ ഒന്നും പറയണ്ട. പിസി എന്താ സാറേ, നമ്മളെ ഈ സ്റ്റേഷനിലെ പോലീസുകാരൊക്കെ അങ്ങോട്ട് പോയി. ഒരാള് പാറാ പോയിക്ക്, രണ്ടുപേര് ചായ പിടിക്കാൻ പോയി, ഒരാള് ബാക്കിൽ GD എന്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ അപ്പൊ ഒരു കാര്യം ചെയ്യും, ആ 212 112 കൂട്ടിക്കൊണ്ടോ. ആ 212 112 കൂട്ടിക്കൊണ്ട് വാ. ഓക്കെ സാർ, ഓക്കെ സാർ, ഓക്കെ സാർ. അയ്യോ കേറി വാടാ. വരേ. ആ വനജേ എവിടെയായിരുന്നു? കൗൺസിൽ വരുന്നു സാറേ. കൗൺസിൽ വരുന്നു. ഇതായി പിടിയിട്ട പുള്ളിയല്ലേ സാറേ? നമ്മുടെ സ്റ്റേഷനകത്ത് തന്നെ 10-15 കേസ് അവന്റെ പേരിലുണ്ട് സാറേ. ഇവൻ ചന്തക്കകത്ത് ചീട്ട് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നെ കണ്ടതും മരിച്ചിന് വിളവാരെടുത്ത് ഓടി. ഞാൻ വെറുതെ വിടുവോ? വിടൂല. ഞാൻ ഇവന്റെ പുറകെ ഓടി 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 ഒരു തെങ്ങിൻ പുരയിടത്തിന്റെ അടുത്തെത്തിയപ്പം ദാടക്കണി രണ്ടുപേരും കൂടെ. എന്നിട്ട് അവസാനം ഞാൻ എന്ത് ചെയ്തെന്നാ, ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് ഊരുണ്ട് പെരണ്ട് മറിഞ്ഞ് അരമണിക്കൂർ മൽപ്പിടുത്തതിന് ശേഷം ഞാൻ അവനെ കീഴ്പ്പെടുത്തി സാറേ. ഭാഗ്യവാനേ, പുണ്യ ജന്മോടാ നിന്റെ സമയം. അരമണിക്കൂർ പ്രതിയെ പിടിക്കണമെങ്കിൽ ഇങ്ങനെ പിടിക്കണം. എന്നെ കീഴ്പ്പെടുത്തിയൊന്നുമല്ല, പിന്നെ ഞാൻ കീഴടങ്ങി കൊടുത്തല്ലേ. ഇനിയും വേണോ? അങ്ങ് സുഖിച്ച് കേറുന്നുണ്ടല്ലേ. ചെന്നിടാ ചെന്നിടാ പോടാ. മ്യൂസിയം വെച്ച് എന്നെ കൊച്ചാക്കാൻ വേണ്ടിട്ട് സാറ് നേരത്തെ പറഞ്ഞില്ലേ 122 222 344 കണക്കൊക്കെ ശാലം വീക്കാണ്. രണ്ടുപേരെ സഹായം കൊണ്ടാണ് എഴുതിയെടുത്തോണ്ട് വന്നത്. പിന്നെ അടുത്ത സ്കൂളിൽ സയൻസ് ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, തെറ്റില്ലെന്നാണ് എന്റെ ധാരണ.
എന്റെ പൊന്ന് മനസ്സേ, ഞാൻ ഇതെന്ത് ചെയ്യാനാണ്? ഞാൻ കണക്കിട്ട് തന്നതല്ല കൂട്ടിക്കൊണ്ട് വരാൻ. ഞാൻ പോലീസ് സോമശേഖരനെയും രഘുറാമിനെയും കൂട്ടിക്കൊണ്ട് വരാൻ അവരെ നമ്പറാണ് പറഞ്ഞു വെച്ചത്. എന്റെ പൊന്ന് ഭൂലോകത്തിന്റെ സ്പന്ദനമേ, A+B² ചീത്ത വിളിച്ചല്ലേ. കഷ്ടങ്ങള് ഇതിനെയൊക്കെ കൊണ്ടാണ് ഞാൻ PC, കണക്കോ പോ സാറേ. അടിക്കൂ അടിക്കൂ ഡ്യൂട്ടി അടിക്കൂ. സാറ് സീരിയസ് ആയിട്ടാണ്? സീരിയസ് ആയിട്ട് ഞാൻ അടിക്കും. ഉഗ്രാടിയല്ലേ തന്നെ? ഇതൊക്കെ പറയണ്ട നേരത്തെ. എന്റെ പൊന്നെ, ഞാൻ അറിഞ്ഞ സാറ് ഇതിന്റെ ആളാണല്ലേ. തൊപ്പിയൊക്കെ ഒരു 90 നമുക്ക് അടിക്കുക. എന്തിന് അടിക്കും. ഈ അടിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ? തനിക്ക് അടിക്കാൻ മുട്ടി നിൽക്കുകയാണ്. ഇത് അവന്റെ മീശ കണ്ട് എനിക്ക് കൊതിയാവുന്ന 2 അടി അവനിട്ട് അടിച്ചോട്. ചെല്ലു, ഓടിച്ചെല്ലു. ആവശ്യമില്ല എന്നെ കൊണ്ട് ഗ്ലാസ് അടിപ്പിച്ചവനെ. എടുക്കുമ്പോ അടിക്കുന്നത് വേണ്ട. എന്റെ കൊണ്ട് ഒരു പരാതി. പരാതിയും കൊണ്ടാണ് നീ വന്നത്? ഈ ഇവന്റെ പരാതി? ഇവനെന്തോന്ന് പരാതി? അവന്റെ പരാതി കൊള്ളാം മനജേ, ഇവന്റെ പരാതി കണ്ട. എടാ ഗുണ്ടേ, 4 ഭവന വേതനം, 25 അടിക്കേസ്, ഇവിടെ തന്നെ 15 കേസ്, ഒരു വർഷത്തിൽ 365 ദിവസം ഉണ്ടെങ്കിൽ 300 ദിവസവും ജയിലിൽ കിടക്കുന്ന ഇവന്റെ പരാതി കണ്ട. എന്താ സാറേ പരാതി? ഇവനെ രാത്രി 12 മണിക്ക് ശേഷം ആരോ ഇരട്ടപ്പേര് വിളിച്ച് ശല്യം ചെയ്യുന്നെന്ന്. നിന്റെ ഇരട്ടപ്പേരെന്തോന്ന്? നിന്റെ ഇരട്ടപ്പേരെന്തോന്ന്? മഞ്ഞക്കിളി. മുഖത്ത് ഒരു ഡബിൾ വീശി വെച്ചിട്ട് മഞ്ഞ കിളിയെന്ന്. എടാ, നിന്റെ ശരീരത്തിന് പറ്റിയ പേര്. അയ്യോ അയ്യോ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത് വേണ്ട. വീട്ടിൽ നിന്ന് വെളിയിറങ്ങി കിടക്കാൻ നിവർത്തിയില്ല. വീട്ടിൽ നിന്ന് വെളിയിറങ്ങി ജംഗ്ഷനിലോട്ട് വരുമ്പോ പയ്യന്മാർ പാട്ട് പാടിയാണ് കളിയാക്കണത്. പാട്ടാ? ഓ, എന്താ പാട്ട്? പോകാലോ പോകാലോ മഞ്ഞക്കാട്ടില് പോകാലോ, മഞ്ഞക്കാട്ടില് പോയാലോ മഞ്ഞക്കിളിയെ പിടിക്കാലോ. മഞ്ഞക്കിളിയെ പിടിച്ചാലോ, പപ്പം കൂടെ പറിക്കാലോ, പപ്പം കൂടെ പറിച്ചാലോ, എണ്ണയിലിട്ട് വറുക്കാലോ, എണ്ണയിലിട്ട് വറുത്താലോ, കള്ളും കുട്ടി അടിക്കാലോ. കള്ളും കുട്ടി അടി ഭയങ്കര കോമ്പിനേഷൻ ആണ്. പക്ഷെ ഇതിനെ എണ്ണയിലിട്ട് വറുത്ത് കഴിഞ്ഞാൽ ഒരുപാടുണ്ടോ തിന്നാൻ? ചരിഞ്ഞോടം തിന്നാം. ഇതിനെ ഇട്ട് വറുക്കാനുള്ള ചട്ടി എവിടെ കിട്ടും എന്റെ സാറേ? നമുക്ക് വാടകയ്ക്ക് എടുക്കാം. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ചിരിച്ച് ചാവും. ഞാനേ റൗണ്ട്സിന് പോയിട്ട് വരാം. റൗണ്ട്സിന്? വനജേ, ഈ റൗണ്ട്സിന് പോകുമ്പോൾ ഒരു കാര്യം, ഈ ആൾക്കാരുടെ അടുത്തൊക്കെ ഇച്ചിരി സൗഹൃദപരമായിട്ട് വേണം ഒന്ന് ഇടപെടാൻ വേണ്ടി. സൗഹൃദപരമായിട്ട് ഇടപെടണം അല്ലേ ഞാൻ? എന്നിട്ട് വേണം അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവന്മാർ എന്റെ വാട്സപ്പ് നമ്പറും മൊബൈൽ നമ്പറും ചോദിച്ചിട്ട് കൂടുതൽ സൗഹൃദം സ്ഥാപിക്കാൻ. പോ സാറേ അവിടെ നിന്ന്. വേണ്ട വേണ്ട വേണ്ട, ഇതിനകത്തുള്ള സൗഹൃദം മതി. പോയിട്ടോ 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 പോയിട്ടോ. എൻ്റെ അപ്പോല്. ഹലോ, വല്ല പാട്ടി. എടാ നീ ആടാ? എടാ, ഇവർ SI അടുത്താണ് സംസാരിക്കുന്ന ബോധം വേണം. നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞാൽ വിളിക്കല്ലേ വിളിക്കല്ലേ എന്ന്. ഇനിയും മേലെ എൻ്റെ ഫോണിലേക്ക് നിന്റെ കോള് വന്നാൽ കട്ട് ചെയ്ത്. ആര് സാറേ സംഭവം തോന്നുന്നു? എന്നും പറയണ്ട എന്നെ പൊന്ന് PC. ഇത് ഏവനോ ഒരുത്ത എൻ്റെ ഫോൺ നമ്പർ ഏതോ ബസ് സ്റ്റാൻഡിൽ ബാത്റൂമിനകത്ത് എഴുതിയിട്ടിട്ട് അതിൻ്റെ കൂട്ടത്ത് സുമതി എന്ന് എഴുതി വെച്ച്. എന്നിട്ട് ഇപ്പം രാത്രി ആകുമ്പോൾ ഓരോരുത്തന്മാർ ഫോണിൽ വിളിച്ചിട്ട് രാത്രി വരണ, സിനിമയ്ക്ക് പോവാം, റൂം എടുക്കാം എന്നൊക്കെ പറയണെന്നേ. ഒരു നിവർത്തിയിൽ ഇതെല്ലാം പോട്ട് ഇന്ന് രാവിലെ ഒരു കോള്, സുമതി ഇറക്ക തമിഴ്. ഓ, തമിഴ് പോട്ടെന്ന് നോക്കിയാ. അത് കഴിഞ്ഞവൻ വേറൊരു കോള്, സുമതി ഗുജറാത്തിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ട് ഹിന്ദിക്കാരന്മാര്. സാറിന്റെ നമ്പർ ഗുജറാത്തിലെത്തിയത് എങ്ങനെ? ഏതോ ട്രെയിനിന്റെ ബാത്റൂമിനകത്ത് എഴുതിയിട്ട് ഏതോ ഭ്രാന്തായി. ഇപ്പൊ പറഞ്ഞിട്ടില്ല, ഒരു നിവർത്തിയില്ല. രാത്രി ആകുമ്പോ എന്റെ വീട്ടിൽ ഭയങ്കര കലിപ്പ് ഇത് കാരണം. മോശം മോശം മോശം. സത്യം. സിമ്മ് ഗുജറാത്തിലേക്ക് വരണം. എനിക്ക് മെമ്പറെ ഒന്ന് വിളിക്കണം. അങ്ങനെ എന്നെ ജാമ്യത്തിറക്കം മെമ്പറെ ഒന്ന് വിളിക്കണം. എന്നാ നീ ലാൻഡ് ഫോണിൽ നിന്ന് വിളി. ഹലോ ഹലോ, മെമ്പറല്ലേ? അതെ മെമ്പറാണ്. മെമ്പറെ ഞാൻ ആര്? ഷിബു. ഏതാ ഷിബു? ജംഗ്ഷനിലുള്ള ഷിബുവേ. ജംഗ്ഷനിൽ ഇപ്പൊ 3-4 ഷിബു ഉണ്ട്. അതിലേ ഷിബു? നേരെ പേര് പറഞ്ഞു. മറ്റേ കുഞ്ചു ബേക്കറിന്റെ അടുത്തുള്ള ഷിബുവേ. ഇവിടെ കുഞ്ചു ബേക്കറി 2 ഷിബു. അല്ല, അത് കൃത്യമായിട്ട് പറയാ ഷിബു. നമ്മളെ സുമാരനേരം മോ ഷിബു. ഇവിടെ വാർഡിലൊരു 4 സുകുമാരനുണ്ട്. അത് അതിലേ ഷിബു? മെമ്പറെ മറ്റേ ഇരട്ടപ്പേരുള്ള ഷിബുവേ. അതിന്റെ ഇരട്ട പേര് പറഞ്ഞാണ്. മറ്റേ പക്ഷിയുടെ പേര്. ഇവിടെ കഴുകൻ ഷിബുവാടാ. അയ്യോ, കഴിയ ഷിബു അല്ല. പിന്നെ ഏത് ഷിബുവാ? കാക്ക ഷിബു. കാക്ക ഷിബു അല്ലത്. പിന്നെ ആ ഷിബുടെ മഞ്ഞക്കിളി ഷിബു. മഞ്ഞക്കിളി ഷിബു നീയാടാ? എന്താ കാര്യം? എന്നെ പോലീസ് നോക്കി. SI ഒന്ന് വിളിക്കൂ. വിളിക്കാം. നമ്പർ പറ. 81 290 160 64. ഓക്കെ ഓക്കെ. ശരി ശരി.
ഇവിടെ മഞ്ഞക്കിളി നീ ചിരിപ്പിക്കാതെ അവിടെ എവിടെയെങ്കിലും ചെന്ന് പോ. അല്ല സാറേ, സംഭവം ശരി തന്നെ. എന്താ ഇവ ഇപ്പം പറഞ്ഞു കൊടുത്തത് സാറിന്റെ നമ്പറല്ലേ പറഞ്ഞു കൊടുത്തത്? എന്റെ നമ്പരാ? സാറിന്റെ നമ്പർ പറഞ്ഞാലോ ശരിയാണല്ലോ. എടാ എന്റെ ഫോൺ നമ്പർ എങ്ങനെയാണെന്ന് നിനക്കറിയാം? അതാ തമ്പാനൊരു ബാത്റൂമിൻ്റെ അകത്ത് നിന്ന് കിട്ടിയത്. ഞാനല്ലേ ഇന്നലെ മെനഞ്ഞാന്നൊക്കെ സാറിനെ സുമതിയല്ലേ എന്ന് വിളിച്ചോണ്ടിരുന്നത്. എടാ പന്നപ്പട്ടി, അപ്പൊ നീയാണല്ലേ എന്നെ ഇന്നലെ സെക്കൻഡ് ഷോയ്ക്ക് വിളിച്ചത്. കൊല്ലൂടാ പൊണ്ണത്തടിയാ നിന്നെ കാലവാരി പിടി. എന്താ സാറേ? ഫീസോ? സാർ പോ സാറേ, രാവിലെ വീണ്ടും തുടങ്ങി. അയ്യോ ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചത്. എന്താ ഫീസോ? ഞാൻ ഇല്ല സാറേ, സാറ് ചുമ്മാ ഇരിക്കണം, കളിക്കാൻ ഞാൻ ഇല്ല. ഈ കളിയായിട്ട് പറഞ്ഞല്ല, ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ചോദിച്ചത്. വീശോ? സീരിയസ് ആയിട്ട് തന്നെ. ഓ ഒക്കെ പറയണ്ട്, നല്ല രീതിക്ക് വീശണ. എന്റെ അടുത്താണ് വീണ്ടും ക്ലാസ്സിന് വർക്ക് വന്ന് ഓടി വരും 90. ഇതെന്തിന് വീശായി? ഇങ്ങോട്ട് വീശുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. ഇതിന്റെ മാന്യത കളയരുത്. കറണ്ട് പോയിട്ട് 1 മണിക്കൂറായി, ഫാൻ കറങ്ങുന്നില്ല. പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിട്ട് ശകലം ഒന്ന് വീശുത്താ. നല്ലവണ്ണം വീശണം വീശുമ്പോ. പിന്നെ ഓർമ്മിച്ച് വെച്ചോ, രാവിലെ 2-3 മണിയായി. നമ്മളും തിരിച്ചു തരും കേട്ടോ. ഓർമ്മിച്ച് ഇരിക്കട്ടെ. വനജാരെ കൊണ്ടുവരുന്നു. വീണ്ടും വനജ, ഇതാര്? ഇതെന്റെ ഭർത്താവ്. ഇരിക്കണം. എന്റെ പൊന്ന് സാറേ, എന്റെ ഭർത്താവിനെ ഇവിടെ കൊണ്ടുവരാൻ എന്റെ ബന്ധുവീടൊന്നും അല്ലല്ല ഇത്. ഉത്സവപ്പറമ്പിൽ കുലുക്കിക്കുത്ത്. ഇങ്ങോട്ട് നീങ്ങിക്കടാ. നിങ്ങൾ ചാടി കയറി വന്ന ഭർത്താവ് കയറി ഇരിക്കുകയാണ്. കൊള്ളാല്ലടാ, ഒരു കള്ള ലക്ഷണമുണ്ടല്ലേ? കള്ള ലക്ഷണം സാറേ. എന്താണ് നിന്റെ പേര്? ടൈഗർ ബിനു. ടൈഗർ ബാമ? ടൈഗർ ബിനു. എടാ കേട്ടാ, നിസ്സാരം കുലുക്കി കുത്തുന്ന അവന്റെ പേര് വരെ ടൈഗർ ബിനു. നീ വലിയ കുണ്ടല്ലേ, നിന്റെ പേരെന്തോന്ന്? മഞ്ഞക്കിളി. പണിഷ്മെന്റ് 24 മണിക്കൂർ, അതായത് നേരം വെളുക്കുന്നേരം ഇവിടെ ഇരുന്ന് കുലുക്കി കുത്തണം. മനസ്സിലായോ? ഇതൊരു ശിക്ഷ ആയിക്കോട്ടെ. ഇരിടാ. പക്ഷേ ഞാൻ ഇരിക്കാം, കുലുക്കി കുത്താം. ഞാൻ തള്ളി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തേശോടും നോട്ടൊന്നുമില്ല. ഞാൻ എന്റെ അമ്പലപ്പുറം വന്ന് നോക്കോളൂ. അങ്ങനെയാണ് ഞാൻ കുലുക്കി കുത്താം. സംഭവമാണ്. നീ ആദ്യം ഇരുന്ന് കൊണ്ടും ബാക്കിയൊക്കെ ഞാൻ ചെയ്യടാ. ശിക്ഷ ചെയ്യടാ. വെളുക്ക എവിടെ രണ്ട് വെച്ച 4 വെച്ചിട്ട് ആർക്കും വെക്കാം, എങ്ങനെ വെക്കാം, ഏത് പോലീസുകാരനും വെക്കാം. ഇരട്ടിക്കാശി, അമ്മാള് കാലി, ഡയമണ്ട് കാലി, ബൈ രാജാ ബൈ. Excuse me, 2,000 rupees. ആടുതൽ. ഇവിടുത്തെ എസ് ഐ വെച്ചേക്കുന്നത് 100 രൂപ. ആ കള്ളം മഞ്ഞക്കിളി വെച്ചേക്കുന്നത് 2000 രൂപ. അമ്മാള് കാലി നോക്കിക്കളി. അമ്മാളുനെ നീ നോക്കണ്ട, നീ കറക്കി അടിക്കാൻ നോക്ക്. ഇത് എനിക്ക് അടിക്കത്തുള്ളൂ. കിഴങ്ങം പോലീസുകാരി തന്നെ സാറേ. പെട്ടെന്ന് പോയില്ലേ? അവന്മാരെ കൈ കിട്ടി ഇടിച്ചില്ലാതായി കളി. എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടുന്നു. ആരെ കയ്യില്? പോലീസുകാരനെന്ന് പറഞ്ഞ കേട്ടില്ലേ അവൻ? നമ്മളല്ലേ പോലീസ്. പോലീസ് ശരിയെന്നല്ലേ? അട്ടർ ഫെയിലിയർ ആയി പോയി. നാണക്കേടായി. ഒരു വാക്ക് പറഞ്ഞോടി വനജൻ. ഞാൻ പറഞ്ഞതിന് മുമ്പ് സാർ എടുത്ത് ചാടി ഓടിയില്ലേ? പിന്നല്ലാതെ ഇവിടെ കട്ടപ്പളം കളിച്ചോണ്ട് അങ്ങോട്ട്. അവൻ തന്നെ ആദ്യം ഓടിയത്. ചേടാ, അവൻ രക്ഷപ്പെടാൻ വേണ്ടി കാണിച്ച നമ്പറാണ് കേട്ടോ. പൈസ എല്ലാം കൊണ്ടുപോയി. അപ്പാടെ പെട്രോൾ അടിക്കാൻ 100 രൂപ വെച്ചിരുന്നു. ഇവിടെ ഇരുന്ന് പിസിലെടുത്ത് ഊതി. ആരുടെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാ എടാ, നിന്റെ സൈസിനൊത്ത ജോലി ചെയ്താ പോരെ? സൈസിനൊത്ത ജോലി ചെയ്താ പോരെ? ചെന്നിരി കടിച്ചു വന്നാലും നിന്നെ ഞാൻ. വീണ്ടും ദാ വന്നു. ഹലോ, എപ്പോ? എന്താ സാർ വിഷയം? ഭാര്യ അനിയത്തി പ്രസവിച്ചു. അത് നല്ല കാര്യല്ലേ? ചെലവുണ്ട് സാറേ. അതൊന്നും പറ്റില്ല. ഇത് ഇരട്ട പിള്ളേരാണ്. ഡബിൾ ചെലവ്.
അതല്ല കാര്യം, എനിക്ക് ഞാൻ വിഷമിച്ചിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. നിങ്ങൾ അതിന് ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്തോഷിക്കേണ്ട സമയത്ത് എന്തോ സാറേ വിഷമം? സന്തോഷോ? ഏ? കല്യാണം കഴിയാത്ത പെണ്ണുമ്പിള്ള പ്രസവിച്ചെന്ന് പറഞ്ഞാൽ ആരാടാ സന്തോഷിക്കുന്നത്? ഇവ ആര് എവിടെ നിന്ന് പറഞ്ഞത് കൊച്ചി? സാറിന് ആര് പെട്ടെന്ന് പറഞ്ഞേ? അത് ഭാര്യരനിയത്തി. ഭാര്യരാ? ഭാര്യരനിയത്തി. ഇനി സാറിന്റെ പേര് വല്ലതും പറയൂ. അവന്റെ ജമാശ പോലീസുകാരെ കളിക്കാൻ ഷെയറുണ്ടോ? ഞാൻ കളിക്കില്ല സാർ. അയ്യേ, ഒരു സത്യം പറയാൻ പറ്റില്ല. ഷെയറുണ്ടോ? സീരിയസ് ആയിട്ട് ചോദിച്ചത്. ഇത് സീരിയസ് ആയിട്ട് എന്റെ അമ്മ സത്യത്തിൽ ഷെയറുണ്ടാ? ലാസ്റ്റ് ആണ്. ഓ, അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ഇവിടെ എന്റെ ഷെയർ ഇതെന്തോന്നു? 200 എന്റെ ഷെയർ സാധനം അടിയാൻ ഇവിടെ ഒരൊറ്റ കുത്തി തന്നല്ല. ഇതിട്ട് ഷെയർ അടിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. താൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത് എനിക്കൊരു കോൾ വന്നായിരുന്നു. തന്റെ വീട്ടിൽ എന്തെങ്കിലും വസ്തുവകകൾ, എന്തെങ്കിലും ഷെയർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്കുണ്ട്. ഉണ്ടോ? അവിടെ അളവ് നടക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയും അമ്മച്ചിയും ഒക്കെ കൂടി അവിടെ നടക്കുന്നുണ്ട്. നിന്റെ ഷെയർ ഇപ്പൊ അവർ അളവ് നടക്കും. പെട്ടെന്ന് ഓടിച്ചെല്ലി. പൊന്നെ എന്റെ ഷെയർ. എന്റെ ഷെയർ രാവിലെ പരേഡിന് പോയവനാണ് ഇവിടെ കറങ്ങി തിരിഞ്ഞിട്ട് ദാ വരണം. എവിടെ വരുന്നു? രാവിലെ പറയേണ്ടി പോയാണ് സാർ. രാവിലെ പോയി ഒരു 5-5.5 കിലോമീറ്റർ പോയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഇവരാരും പറഞ്ഞില്ല. പിന്നെ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് വന്നു സാർ. ആ, കൊള്ളാം, നന്നായിരിക്കുന്നത്. ഒരു ഡ്യൂട്ടി ഉണ്ട്. പറയൂ സാർ. ഈ സ്റ്റേഷനിൽ പുതിയ ആളാണ് കേട്ടാ. ഈ ആളാണ്. ശീലമായിക്കോളും. അതെ അതെ. ദേ, ആ നിൽക്കുന്ന പ്രതിയെ നമുക്ക് കോടതിയിൽ ഹാജരാക്കാം സാർ. ഓക്കെ ഓക്കെ, എന്നെ സമയം കഴിഞ്ഞാലേ ശരിയാവത്തില്ല. എനിക്ക് പണി കിട്ടും. എന്നെ കൊണ്ടുവല്ലെന്ന് പറഞ്ഞു. എന്നെ കൊണ്ടുവല്ലെന്ന് പറഞ്ഞു. എന്നെ കൊണ്ടുപോകാതിരിക്കുക. ഇത് നിന്റെ എന്തൊരു ബന്ധു വീടാ? നമ്മൾ ഇത്ര കമ്പനിയൊക്കെ. ആര് കമ്പനി? മഞ്ഞക്കളി പോടാ, ഇറങ്ങി പോടാ. മാമി എന്നെ കൊണ്ടുവല്ലെന്ന് പറഞ്ഞു. മാമി എന്നെ കൊണ്ടുവല്ലെന്ന് പറഞ്ഞു. പട്ടിയാ പൂച്ചയാ എന്തോ പെറ്റ് കിടക്കണത് ഇവിടെ. സാറാ? എന്ത് സാറേ? എന്ത്? അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോ എന്റെ ചങ്ക് തീർന്നു. പോട്ടെ സാറേ, പോട്ടെ. എന്നാലും സാറിനൊരു പ്രൊമോഷൻ ഉറപ്പാ. സാറിനൊരു പ്രൊമോഷൻ ഉറപ്പാ. എനിക്ക് ഇങ്ങനെ പ്രൊമോഷൻ കിട്ടും. പിടികിട്ടാ പുള്ളിയല്ലേ സാറേ പിടിച്ചു കൊടുത്തേക്കണേ? പിടികിട്ടാ പുള്ളിയെ ഞാനല്ല പിടിച്ച. അരമണിക്കൂർ തോട്ടത്തിൽ കിടന്നിട്ട് മൽപ്പിടുത്തം നടത്തി. നീയല്ലേ പിടിച്ചത്? അവൻ ആര് പിടിച്ചത്? പിന്നെ ഞാനൊന്നും അല്ല. പിന്നെ ആര് പിടിച്ചത്? അതാരെന്ന് എനിക്കങ്ങനെ അറിയാം. ആ, കൊള്ളാം. ചുമ്മാ അല്ല, അവൻ പോയപ്പോ നിനക്കൊരു വിഷമം. സാറേ, ഷെയറിന്റെ കാര്യം എന്തായി? നന്നായിട്ടുണ്ട് കേട്ടാ. എന്തായി? നല്ല കളിയത്. എന്റെ അടുത്ത് വേണ്ടായിരുന്നു വേലത്തരം. നല്ല വേലത്തരം. നമ്മൾ ഈ പോലീസുകാർ ഈ സ്റ്റേഷനിൽ നടക്കുക ചെറിയൊരു എൻജോയ്മെന്റ് വേണ്ടേ? നല്ല എൻജോയ്മെന്റ് വേണ്ട. ശത്രുക്കളടുത്ത് പോലും ചെയ്യരുത് കേട്ടാ. ഇവിടെ മഞ്ഞക്കളി ഇവിടെ മഞ്ഞക്കളി പറന്നുപോയി. പറന്നുപോയി. ഞാൻ കണ്ടൊരു പാണ്ടി ലോറി കയറി പറന്നു പോയത്. അതെ, പാണ്ടി ലോറിലൊന്നും കയറത്തില്ല. അത് മറ്റേ കോടതിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ നിന്ന് ഒരു PC ആയിട്ടാ പോയത് കേട്ടാ. ആര് പറഞ്ഞു? ആ, PC ഞാനാ കൂട്ടി വിട്ടത്. ഞാൻ കണ്ടതല്ലേ. അപ്പൊ മഞ്ഞക്കളി ഒരു പാണ്ടി ലോറിയിൽ കയറി പോണത്. അപ്പൊ PC PC ബാക്കിൽ നിന്ന് പറഞ്ഞു. എന്നാ പിന്നെ പിടിക്കാത്തത്? അതെങ്ങനെ പിടിക്കും? ഈ പാണ്ടി ലോറിയുടെ ബാക്കിൽ നിന്ന് വാടി പിടിക്കാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണ്. അവ എന്നെ ചാറ്റയും കാണിച്ചിട്ട് ഒറ്റ പോത്ത് ചാടിപ്പോയതാ. ചാടാതെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സാറിന്റെ കാര്യം തീരുമാനമായി ഏതാണ്ട്. അല്ല, നീ കണ്ട? ഞാൻ കണ്ട. എന്റെ 2 കണ്ടുകൊണ്ട് കണ്ടില്ലേ? അമരത്തില്ല അശോകന്. വനജേ, എന്റെ അടുത്ത് ഇനി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി ഒരു ഉത്തരവാദിത്വം എനിക്കില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ടെൻഷൻ 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 എന്ത് ചെയ്യണമെന്ന് എനിക്ക്. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും? PC സാറിന് നല്ല ടെൻഷൻ ഉണ്ടോ? പിന്നല്ലാതെ. സമയത്ത് കാര്യമുണ്ട്. ഒരെണ്ണം വലിക്കണമെന്ന് തോന്നണുണ്ടല്ലേ? എന്റെ പൊന്നെ, ഇപ്പൊ വലിച്ചില്ലേ പിന്നെ എപ്പോ വലിക്കാൻ? എനിക്കറിയാതൊക്കെ. എന്റെ മനസ്സ് കറക്റ്റായിട്ട് അറിഞ്ഞു. അല്ല, ഈ സമയങ്ങളിലൊക്കെയാണ് ഇതൊക്കെ ആവശ്യപ്പെടുന്നത്. ഉണ്ടായിരുന്നല്ലേ? അയ്യോ, ഇതെന്തോന്നു?
ഇത് കറുത്ത ബാറ് ഈ കറുത്ത പാറ എന്തോ തന്നാ രാവിലെ തൊട്ട് 2-3 പ്രാവശ്യം എനിക്കിട്ടൊരു പണി സാർ ഇങ്ങോട്ട് തന്നാ ഞാൻ പറഞ്ഞ എപ്പോഴെങ്കിലും തിരിച്ചു തരുമെന്ന്. അതിന് ഈ കറുത്ത ബാറ് വെച്ച് ഞാനെന്തോന്ന് സാർ ഇനിയുള്ള കാലേ വലിച്ചോണ്ടിരുന്നാ മതി.